കർണാടകയിലെ ഹാസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രം ഭാരതീയ ശില്പകലയുടെ ഉത്തുംഗ ശൃംഗമായി കണക്കാക്കപ്പെടുന്നു. 12ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധനന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ വൈഭവത്തിന്റെ ജീവിക്കുന്ന അടയാളമാണ്. 2023-ൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതോടെ ഈ ക്ഷേത്രത്തിന്റെ പ്രശസ്തി ലോകമെമ്പാടും വ്യാപിച്ചു. പണ്ട് ദ്വാരസമുദ്രം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം മാലിക് കഫൂറിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ടതിനു ശേഷമാണ് ഹലേബീഡു അഥവാ പഴയ നഗരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ദ്വിഗുണ ശൈലിയാണ്. അതായത് ഒരേ തറയിൽ അടുത്തടുത്തായി നിർമ്മിക്കപ്പെട്ട രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് രാജാവിന്റെ പേരിൽ ഹൊയ്സാലേശ്വരിയായും മറ്റൊന്ന് രാജ്ഞി ശന്തളാദേവിയുടെ പേരിൽ ശന്തളേശ്വരിയായും അറിയപ്പെടുന്നു. രണ്ട് ക്ഷേത്രങ്ങൾക്കും മുന്നിലായി വലിയ നന്ദി മണ്ഡപങ്ങളും അതിൽ അതിമനോഹരമായി കൊത്തിവെച്ച നന്ദി വിഗ്രഹങ്ങളുമുണ്ട്. നക്ഷത്ര ആകൃതിയിലുള്ള പീഠത്തിന്മേലാണ് ജഗതി ഈ മുഴുവൻ നിർമ്മിതിയും നിലകൊള്ളുന്നത്. സോപ്പ് സ്റ്റോൺ അഥവാ മാക്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ മരത്തിൽ കൊത്തുപണികൾ ചെയ്യുന്നത് പോലെ അങ്ങേയറ്റം സൂക്ഷ്മമായ ശില്പങ്ങൾ ഈ ക്ഷേത്രഭിത്തികളിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശില്പികൾക്ക് സാധിച്ചു. ക്ഷേത്രത്തിന്റെ പുറംഭിത്തികൾ നോക്കിയാൽ ആനകൾ, സിംഹങ്ങൾ, കുതിരകൾ എന്നിവയുടെ നിരകൾ മുതൽ രാമായണം, മഹാഭാരതം തുടങ്ങിയ പുരാണങ്ങളിലെ കഥാസന്ദർഭങ്ങൾ വരെ കല്ലിൽ വിരിഞ്ഞത് കാണാം. അകതളത്തിലെ തൂണുകൾ ലെയ്ത്ത് മെഷീനിൽ കടഞ്ഞെടുത്തതുപോലെ അതിമിനുസമുള്ളതും വൃത്താകൃതിയിലുള്ളതുമാണ്. കൂടാതെ മുകളിലെ മേൽക്കൂരിയെ താങ്ങി നിർത്തുന്ന മദാമികകൾ അഥവാ നർത്തകി ശില്പങ്ങൾ അവരുടെ വസ്ത്രധാരണത്തിലെയും ആഭരണങ്ങളിലെയും സൂക്ഷ്മത കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തും. ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്നിരുന്ന ഈ ക്ഷേത്രം ഇന്ന് ഗോപുരങ്ങളില്ലാത്ത അവസ്ഥയിലാണെങ്കിലും അവശേഷിക്കുന്ന ഓരോ കല്ലും ഹൊയ്സാല കാലഘട്ടത്തിലെ കലാപരമായ മികവിന്റെ കഥകൾ വിളിച്ചു പറയുന്നു. ഹൊയ്സാലേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന ബേലൂർ ചെന്നകേശവ ക്ഷേത്രത്തെയും ഹൊയ്സാല ശില്പകലയിലെ ചില അത്ഭുതങ്ങളെയും കുറിച്ചുകൂടി മറ്റൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യാം.